പി.സി. ജോർജ് നേതൃത്വം നൽകുന്ന ജനപക്ഷം സെക്യുലർ ബി.ജെ.പിയിലേക്കും ജനപക്ഷം പ്രവർത്തകർ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ലയനം തോട് നദിയിൽ ചേരുന്നത് പോലെയെന്നും പി.സി. ജോർജ് പറഞ്ഞു. ജനപക്ഷം എന്ന പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ബി.ജെ.പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. ലയനം എന്ന് പറയാൻ പാടില്ല, കാരണം ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു തോട് ലയിക്കുന്ന പോലെയല്ലേ ഉള്ളൂ സത്യത്തിൽ. ബി.ജെ.പിയിൽ ചേരണമെന്ന അനുകൂലമായ നിലപാടാണ് ജനപക്ഷം സംസ്ഥാന നേതൃത്വത്തിൻ്റേത്. ബി.ജെ.പി ഇക്കാര്യം അറിയിച്ചു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല. ഇപ്പോൾ പത്തനംതിട്ട ഇന്നേ തീരുമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ പാർട്ടി ചേർന്ന് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം പത്തനംതിട്ട നിൽക്കാനാണ് നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കാനത്രേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മുന്നണിയുടെ ഭാഗമായിരുന്നു പി.സി. ജോർജ്. അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം പി.സി. ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ബി.ജെ.പിയാണ് മുന്നോട്ട് വെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജോർജിന്റെ വരവ് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ബി.ജെ.പി നേതൃത്വം. പി.സി. ജോർജിനെ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് നീക്കം. റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.